കാത്തലിക് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വത്തിക്കാനിലെ പഴയ ശീലം പുനരുജ്ജീവിപ്പിച്ച് ലിയോ 14 പാപ്പ ആദ്യ ക്രിസ്മസ് ആചരിച്ചു. ക്രിസ്മസ് അത്ഭുതം. നൈജീരിയയിൽ നിന്ന് തട്ടിക്കൊണ്ടു പോകപ്പെട്ട സ്കൂൾ കുട്ടികൾ മോചിതരായി. ദൈവത്തിനും മനുഷ്യർക്കും നമ്മുടെ പരിസരങ്ങളിൽ ഇടം ഒരുക്കാനുള്ള അവസരമാണ് ക്രിസ്മസ്. മാർ റാഫേൽ തട്ടി. പൗള ബോസ്ക വത്തിക്കാനിൽ തിരുപ്പിറവി ദൃശ്യം ഒരുക്കിയ വനിത. വാർത്തകൾ വിശദമായി. വത്തിക്കാനിലെ പഴയ ശീലം പുനരുജ്ജീവിപ്പിച്ച് ലിയോ 14 പാപ്പ ആദ്യ ക്രിസ്മസ് ആചരിച്ചു. ലിയോ 14 പാപ്പയുടെ ആദ്യ ക്രിസ്മസ് അവസ്മരണീയമായി. ഡിസംബർ 24 സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പ്രാദേശിക സമയം രാത്രി 10 മണിക്ക് ക്രിസ്മസ് കുർബാന അർപ്പിക്കുന്ന പാരമ്പര്യം പുനരുജ്ജീവിപ്പിച്ചുകൊണ്ടാണ് ലിയോ 14 മാർപ്പാപ്പ വത്തിക്കാനിൽ തന്റെ ആദ്യ ക്രിസ്മസ് ആഘോഷിച്ചത്. കോവിഡ് മഹാമാരിയുടെ കാലത്ത് ക്രിസ്മസ് കുർബാന വൈകുന്നേരം 7 മണിക്കായിരുന്നു. ഡിസംബർ 25 രാവിലെ 10 മണിക്ക് മാർപ്പാപ്പ വത്തിക്കാൻ ബസിലിക്കയിൽ ക്രിസ്മസ് ദിന ദിവ്യബലിയും അർപ്പിച്ചു. വിശുദ്ധ ജോൺ പോൾ 2 പാപ്പയുടെ കാലം മുതൽ ഇല്ലാതിരുന്ന ഒരു ആചാരമാണിത്. ഉച്ചയ്ക്ക് ബാൽക്കണിയിൽ നിന്ന് പരമ്പരാഗതമായ ഉർബി എറ്റ് ഓർബിയും പാപ്പ നൽകി. ക്രിസ്മസ് ചടങ്ങുകൾക്ക് ശേഷം വിശ്രമത്തിനായി പാപ്പ കാസൽ ഗോ ഡോർഫയിലേക്ക് മടങ്ങി. ക്രിസ്മസ് അത്ഭുതം. നൈജീരിയയിൽ നിന്ന് തട്ടിക്കൊണ്ടു പോകപ്പെട്ട സ്കൂൾ കുട്ടികൾ മോചിതരായി. ക്രിസ്മസ് കാലത്തെ അത്ഭുതം പോലെ നൈജീരിയയിൽ കത്തോലിക്ക സ്കൂളിൽ നിന്ന് തട്ടിക്കൊണ്ടു പോകപ്പെട്ട 130 വിദ്യാർത്ഥികളും അധ്യാപകരും മോചിതരായി. കഴിഞ്ഞ മാസമാണ് അക്രമികൾ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും തട്ടിക്കൊണ്ടുപോയത്. തട്ടിക്കൊണ്ടുപോകലിന് തൊട്ടു പിന്നാലെ 50 പേരും പിന്നീട് 100 പേരും മോചിതരായിരുന്നു. അപ്പോഴും ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിന്നിരുന്നു. നവംബർ 21 303 വിദ്യാർത്ഥികളെയും 12 അധ്യാപകരെയുമാണ് അക്രമികൾ തട്ടിക്കൊണ്ടുപോയത്. തടങ്കലിൽ ആരും അവശേഷിക്കുന്നില്ല എന്ന് നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനുബുവിന്റെ വക്താവ് എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. ദൈവത്തിനും മനുഷ്യർക്കും നമ്മുടെ പരിസരങ്ങളിൽ ഇടം ഒരുക്കാനുള്ള അവസരമാണ് ക്രിസ്മസ്. മാർ റാഫേൽ തട്ടി. ദൈവത്തിനും മനുഷ്യർക്കും നമ്മുടെ പരിസരങ്ങളിൽ ഇടം ഒരുക്കാനുള്ള അവസരമാണ് ക്രിസ്മസ് എന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സഭാവിശ്വാസികൾക്കായുള്ള ക്രിസ്മസ് സന്ദേശത്തിലാണ് മാർ റാഫേൽ തട്ടിൽ ഇക്കാര്യം പറഞ്ഞത്. ക്രിസ്മസിന്റെ ഗൗരവമുള്ള വിചാരങ്ങളിൽ ദൈവത്തിന് ഇടം നൽകുന്നത് മാത്രമല്ല, മനുഷ്യർക്ക് വാതിലുകൾ തുറക്കുന്നതും ഉൾക്കൊണ്ടിരിക്കുന്നു. സമരങ്ങളിലും കലഹങ്ങളിലുമല്ല, സംഭാഷണങ്ങളിലാണ് പരിഹാരം കണ്ടെത്താനാകുന്നത്, അദ്ദേഹം പറഞ്ഞു. പൗള ബോസ്ക വത്തിക്കാനിൽ തിരുപ്പിറവി ദൃശ്യമൊരുക്കിയ വനിത. പോൾ 6 ഹാളിൽ ഈ വർഷം ഒരുക്കിയ തിരുപ്പിറവി ദൃശ്യം ശ്രദ്ധേയമായിരുന്നു. ക്രിസ്മസ് രാത്രി വരെ പ്രദർശിപ്പിച്ച ഈ ദൃശ്യത്തിൽ ഗർഭിണിയായ മാതാവിനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഗാഡിയം എന്ന് പേര് നൽകിയിരിക്കുന്ന ഈ ദൃശ്യം ഒരുക്കിയത് പൗള ബോസ്ക എന്ന സേക്രഡ് ആർട്ടിസ്റ്റ് ആണ്. വത്തിക്കാനിലെ തിരുപ്പിറവി ദൃശ്യങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പ്രോലൈഫ് ചിത്രീകരണം. ഗർഭിണിയായ മാതാവിനെ തിരുപ്പിറവി ദൃശ്യത്തിൽ ചിത്രീകരിക്കാൻ ഇടയായ കാരണത്തെക്കുറിച്ച് പൗല ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഇപ്രകാരമാണ്: വളരെ ചെറുപ്പം മുതലേ വീട്ടിലും പള്ളിയിലും താൻ തിരുപ്പിറവി ദൃശ്യങ്ങൾ കണ്ടിരുന്നു. 4 സഹോദരങ്ങളിൽ മൂത്തയാളാണ് ഞാൻ. എന്റെ മാതാപിതാക്കളോട് ഞാൻ എപ്പോഴും ചോദിക്കുമായിരുന്നു, തിരുപ്പിറവി ദൃശ്യങ്ങളിൽ ഗർഭിണിയായ കന്യകാമറിയത്തെ ചിത്രീകരിക്കാത്തത് എന്തുകൊണ്ട്? എന്റെ അമ്മ ഗർഭിണിയായപ്പോൾ എന്നോട് പറഞ്ഞത് ഗർഭാവസ്ഥ ആഗമന കാലമാണെന്നും കുഞ്ഞിന്റെ ജനനത്തിനായി കാത്തിരിക്കണമെന്നും ആയിരുന്നു. പക്ഷേ കഥ പൂർണ്ണമല്ലെന്ന് എനിക്ക് തോന്നി. മനുഷ്യാവതാരം എന്നത് ഒരു അമൂർത്ത ആശയമല്ല. യേശു മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഗർഭം ധരിച്ചു. പൊക്കിൽ കൊടി ഉണ്ടായിരുന്നു. അമ്മയുടെ രക്തത്താൽ പോഷിക്കപ്പെട്ടു. മാതാവിന്റെ ഉള്ളിൽ വളർന്നു. ദൃശ്യപരമായി അത് നിഷേധിക്കുന്നത് ഒരു തരത്തിൽ മാതാവിന്റെ മാതൃത്വത്തെ നിഷേധിക്കുന്നതിന് തുല്യമാണ്. ഈ ചിന്തയിൽ നിന്നാണ് ഞാൻ പ്രോലൈഫ് നേറ്റിവിറ്റി ദൃശ്യത്തിന് രൂപം നൽകിയത്, പൗള പറഞ്ഞു. കാത്തലിക് അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി നമുക്ക് ചൊവ്വാഴ്ച കണ്ടുമുട്ടാം. നന്ദി.